ഹലോ. തയ്യൽ സ്റ്റിൽ ഗോയിങ്. ഇപ്പോഴും തയ്ച്ചുകൊണ്ടിരിക്കുക ഉണ്ടോ? ദേ ഓരോരുത്തരും അവിടെ വന്നിരിക്കണേണ്, ടി വി കണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ടി വി മ്യൂട്ടാക്കടാ, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കേൾക്കാൻ പറ്റില്ല. തയ്ച്ചുകൊണ്ടേയിരിക്കുക കണ്ടോ, കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എറണാകുളത്ത് പോകേണ്ടി വന്നു. എറണാകുളത്തൊക്കെ പോയി ഓഫ് ചെയ്യടാ. എറണാകുളത്ത് പോകേണ്ടി വന്നു. എറണാകുളത്ത് പോയി ഏബനെ പോയി വിളിച്ചു. എറണാകുളത്ത് പോയി വന്നു, ചോറ് വെച്ചു, കറി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറിയിരിക്കാം. എന്തായാലേ തയ്യൽ ജോലിക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു റെസ്റ്റ് ഇല്ല അല്ലേ? റെസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടോ? ഇല്ല. ഏതൊരു ജോലിക്കും ഒരു റെസ്റ്റ് ഉണ്ടാവും അല്ലേ, ഏതൊരു സമയത്ത്. പക്ഷേ വീട്ടിൽ തയ്ക്കുന്നവർക്കാണല്ലോ ഈ ഒരു പ്രശ്നം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഷോപ്പിലൊക്കെ തയ്ക്കുന്നവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. കാരണം അതൊരു കൃത്യമായ ഒരു സമയത്ത് അവർ തയ്ച്ച് ആ ഒരു ടൈം നിൽക്കും. പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് എന്താ പറയുക, നമുക്ക് സമയമില്ല. തോന്നുന്ന സമയത്ത് തയ്ക്കും, തോന്നുമ്പോൾ നിർത്തും. പിന്നെ കസ്റ്റമേഴ്സിന് എപ്പം വേണമെങ്കിലും കയറി വരാം പാകത്തിന്. നമ്മുടെ വീടല്ലേ എപ്പോഴും ഓപ്പണാണ്. ഈ ഇപ്പോൾ വരല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ വീട്ടിലില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കാറില്ലേ? ഇപ്പോൾ വരണ്ടേ, ഞാൻ തിരക്കാണ്. എന്ത് തിരക്കാണ്? ഞങ്ങളോട് വെച്ചിട്ട് പോകാം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവും ആ സമയത്ത്. ചിലപ്പോൾ എന്തെങ്കിലും, നമുക്ക് മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു സമയം പോലും നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു തയ്യൽ ജോലിയുടെ വീട്ടിലെ ജോലി. തയ്യൽ ജോലി എന്നല്ല, വീടുകളിൽ ജോലി എടുക്കുന്നത്. പിന്നെ ഈ ജോലിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല കേട്ടോ. രാവിലെ പോകണമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൗകര്യത്തിന് പൈസ കിട്ടുന്നതല്ലേ, തയ്ച്ചു കൊടുക്കാം. രാവിലെ പോര്, 4 മണിക്കോ പോരും. ഉറക്കൊഴിച്ച് തയ്ച്ചു കൊടുക്കാനും നമ്മൾ വില്ലിങ്ങാണ്. അതാണ് നമ്മുടെ ഇത്. നമ്മുടെ എന്താ പറയുക അല്ലേ, ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആകാനും എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. ബായ്.